ഇപ്പോഴുള്ള വലിയൊരു ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹൂതീസിനെതിരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് യുകെയും അമേരിക്കയും പറഞ്ഞതാണ്. യുകെയും അമേരിക്കയും ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഹൂതീസ് ഭയന്നിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഹൂതീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാൻ എന്തായിരിക്കും പറഞ്ഞത്? മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൂതീസ് ഒന്നിനും ഭയന്നതായി തോന്നുന്നില്ല. ആയിരക്കണക്കിന് ഹൂതീസ് പോരാളികൾ ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, ഗാസയിൽ പോയി യുദ്ധം ചെയ്യാം, ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. യെസ്, ഇറാനും റഷ്യയും ഹൂതീസിന് സപ്പോർട്ടായിട്ടാണുള്ളത്. റെഡ് സീയിൽ നടക്കുന്ന ക്രൈസിസ് ആണെങ്കിലും ഇത് റഷ്യക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. എങ്ങനെ? റഷ്യയുടെ മറ്റൊരു റൂട്ട് ഉണ്ടല്ലോ, റഷ്യക്ക് ചുറ്റുമായി ആർട്ടിക് റീജിയൻ വഴിയുള്ള ആ ഒരു റൂട്ട്, അതിന് ഈസിയായി അനുവാദം ലഭിക്കും. മാത്രമല്ല അത് വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആകും. അങ്ങനെ വരുമ്പോൾ അത് ഈസിയായി പോപ്പുലർ ആകുമെന്ന് റഷ്യയും വിചാരിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഹൂതീസ് ഈ പറഞ്ഞതോടെ നിർത്തിയാൽ കുഴപ്പമില്ല. ഹൂതീസ് പിന്നീട് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു മാപ്പ് കാണിച്ചിരിക്കുന്നു. ആ മാപ്പ് കാണിച്ചിട്ട് പറയാണ്, മിഡിൽ ഈസ്റ്റിലെ US-ന്റെ ബേസസ് ആണ് ഇതൊക്കെ. ഈ മിലിറ്ററി ബേസസിലെല്ലാം ഞങ്ങൾ ആക്രമണം നടത്തും. എപ്പോഴാണ് അമേരിക്ക ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത്, അതിനു മുമ്പ് ഈ മിലിറ്ററി ബേസസ് എല്ലാം തകർന്നിട്ടുണ്ടാകുമെന്ന ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നു. സോ ഹൂതീസിനെ സംബന്ധിച്ച് യുകെയും അമേരിക്കയും കൂടി ഹൂതീസിനെ ആക്രമിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഹൂതീസ് ഇവർക്കെതിരെ അമേരിക്കൻ മിലിറ്ററി ബേസിനെതിരെ ആക്രമണം നടത്താൻ തയ്യാറാകുന്നു. ഇതിന് അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നതെന്നോ അറിയില്ല. ജനുവരി മാസം 2-ാം തീയതിയും 10 ഹൂതീസ് പോരാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നതും അമേരിക്കയാണ്. ഇതിനെതിരെ ഹൂതീസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കപ്പലിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത് വളരെ വലിയൊരു ആക്രമണമായിരുന്നു. ഇനി നേരെ സെലൻസ്കിയിലോട്ട് വരാം. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇൻഡയറക്റ്റ് ആയി ഒരു പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹൂതീസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെ ഹൂതീസ് ആക്രമിക്കുന്നത് ഇൻഡയറക്റ്റ് ആയി അമേരിക്കയും ബാധിക്കും. സോ ഈ ഒരു സമയത്ത് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കണോ അതോ ഉക്രൈനെ സഹായിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് 20 മിനിറ്റ് സെലൻസ്കി, ഉക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കി 20 മിനിറ്റ് പ്രസംഗം നടത്തിയിരിക്കുന്നു. ആ ഒരു പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 2024 റഷ്യയെ ഞങ്ങൾ തകർക്കും, അതിന് ഞങ്ങൾക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട്, നിരവധി സുഹൃത്തുക്കളുടെ സഹായത്തോടെ 2024 റഷ്യയെ പരാജയപ്പെടുത്തും, അതിന് യാതൊരു എതിരഭിപ്രായവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ റഷ്യയെ പരാജയപ്പെടുത്തും അല്ലെങ്കിൽ റഷ്യക്ക് തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിലല്ല വിഷയം. നിരവധി സുഹൃത്തുക്കളുടെ സഹായത്തോടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. യൂറോപ്പും യുകെയും ഇപ്പോൾ സെപ്പറേറ്റ് ആയി ഒരു ടീം തന്നെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ടീം ഫോം ചെയ്യുന്നത് തന്നെ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈനെ സഹായിക്കുന്നതിന്റെ കൂട്ടത്തിൽ അമേരിക്കയില്ലേ? അമേരിക്ക ഉക്രൈന്റെ സുഹൃത്തല്ല എന്ന ചോദ്യം വരാം. ഈ ഒരു സമയത്തും ഇതിന്റെ ഉത്തരം 2024, അതായത് 2024 വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുന്നത്. 2024 മൊത്തം 50-ൽ പരം ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇലക്ഷൻ ഉണ്ട്, അമേരിക്കയിലും ഇലക്ഷൻ ഉണ്ട്, റഷ്യയിലും ഇലക്ഷൻ ഉണ്ട്. ഇതെല്ലാം 2024 തന്നെയാണ് നടക്കുന്നത്. റഷ്യൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും പുടിൻ തന്നെയായിരിക്കും റഷ്യൻ പ്രസിഡന്റായി വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന സ്ഥാനം വീണ്ടും മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രംപ് ആ സ്ഥാനത്തേക്ക് വരാനും സാധ്യത ഏറെയാണ്. വലിയ അളവിൽ ട്രംപിന്റെ ശക്തമായ വാക്കുകളായിക്കോട്ടെ, റഷ്യ ഉക്രൈൻ യുദ്ധം ഞാൻ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞതായിക്കോട്ടെ, ജോ ബൈഡന്റെ പല മിസ്റ്റേക്കുകളായിക്കോട്ടെ, ഇതെല്ലാം ട്രംപിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ട്രംപ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ ഉക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായത്തിൽ നിന്നൊക്കെ അമേരിക്ക പിന്മാറാം. കാരണം അമേരിക്ക ട്രംപ് എന്നൊക്കെ പറയുമ്പോൾ പുടിന് അനുകൂലമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത് എന്ന് യൂറോപ്പിനും അറിയാം, അതുപോലെ തന്നെ യുകെക്കും അറിയാം. അതുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് ആയി മാറി നിന്ന് ഒരു ടീം ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയെ മാറ്റി നിർത്തിയിരിക്കുന്നതും. ഇലക്ഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രം അവരുടെ ആ ഒരു ടീമിൽ അമേരിക്കയെ ഉൾപ്പെടുത്തുമായിരിക്കും. അതിനുവേണ്ടിയാണ് ഇവർ സെപ്പറേറ്റ് ആയി ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അമേരിക്കയുടെ ഇലക്ഷൻ, അതിന്റെ റിസൾട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ വലിയ അളവിൽ ബാധിക്കും. ഒരു 20 മിനിറ്റ് സ്പീച്ച് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ റഷ്യയിലെ പുടിൻ വെറുതെ ഇരിക്കുമോ? പുടിൻ പറഞ്ഞിരിക്കുന്നു,
ഞങ്ങളുടെ ആക്രമണം, ഉക്രൈനെതിരെയുള്ള ഞങ്ങളുടെ ആക്രമണം ഇനിയും ഇന്റൻസിഫൈ ചെയ്യാൻ പോകുന്നു. ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ ആക്രമണത്തിന്റെ തീവ്രത കുറച്ച് കൂട്ടാൻ പോകുന്നു എന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. സോ ട്രംപ് ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ, ഉക്രൈനെതിരെയുള്ള റഷ്യയുടെ ആക്രമണം ഇന്റൻസിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉക്രൈൻ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ അതും വലിയൊരു ചോദ്യം മാത്രമാണ്. ഉക്രൈൻ ജനങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരുന്നല്ലോ. അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസവും ഒരു സംഭവം ഉണ്ടായി. റഷ്യയുടെ കൺട്രോളിലുള്ള ഡൊണറ്റ്സ് റീജിയൻ, ഈ ഡൊണറ്റ്സ് റീജിയണിൽ ഉക്രൈന്റെ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 13 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു. അടുത്തത് സുനാമി വാർണിംഗ് ജപ്പാനിൽ മാത്രമല്ല പസഫിക് റീജിയൻ മുഴുവനായും ഉണ്ടെന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രധാനമായും ഷക്കലിൻ ഐലൻഡിലും അതുപോലെ തന്നെ ഖബറോസ്ക് എന്ന ഒരു ഐലൻഡിലും സുനാമി വാർണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യ, ജപ്പാൻ ഈ 2 രാജ്യങ്ങളും മത്സരിക്കുന്ന നിരവധി ഐലൻഡുകളുണ്ട്. അതിൽ ഇതും ഉൾപ്പെടുമെന്നതും ശ്രദ്ധേയമാണ്. റഷ്യ കഴിഞ്ഞ ദിവസം 90 ഡ്രോൺ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. ഈ 90 ഡ്രോൺ അറ്റാക്കും ഉക്രൈൻ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 90 ഡ്രോണുകളിൽ 87 ഡ്രോൺസും ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്ന ഒരു അറിയിപ്പ് ഉക്രൈന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഈ ഡ്രോൺ അറ്റാക്ക് മുഴുവനായും ഒഡേസ തുറമുഖത്തിലാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ഒഡേസ തുറമുഖത്തിലെ പ്രധാന പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നും ഉക്രൈൻ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 90 ഡ്രോൺസിൽ 87 ഡ്രോൺസും ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണോ എന്ന ഒരു ചെറിയ ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ആക്രമണം കണ്ടിന്യൂസ് ആയി 2ാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടതാണ് 160, ഏകദേശം 130 മിസൈൽ അറ്റാക്കും പ്ലസ് 36 ഡ്രോൺ അറ്റാക്കും റഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും 90 ഡ്രോൺസ് ആണ് റഷ്യ അയച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരിക്കലും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കരുത്തുറ്റതാണെന്ന് കാണിക്കാനല്ല, അവരുടെ കപ്പാസിറ്റി ചെക്ക് ചെയ്യാനാണ്. സോ ഉക്രൈന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എപ്പോൾ പ്രവർത്തനരഹിതമാകുമെന്ന് നോക്കി വലിയൊരു ആക്രമണം നടത്താനായി റഷ്യ കാത്തിരിക്കുകയാണ്. 2024 ഞങ്ങളുടെ ആർമി പ്രൊഡക്ഷൻ, അതായത് മിലിറ്ററിക്ക് ആവശ്യമായ വെപ്പൺ പ്രൊഡക്ഷൻ ഉക്രൈനെ സ്വയം പര്യാപ്തമാക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി നിരവധി രാജ്യങ്ങളോട് സഹായം ചോദിച്ചിട്ടുണ്ടെന്നും സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഞങ്ങൾ തന്നെ നിർമ്മിക്കുമെന്ന ഒരു അറിയിപ്പാണ് സെലൻസ്കി പുറത്തുവിട്ടത്. ഒഡേസ തുറമുഖത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനായും റഷ്യയുടെ ആക്രമണത്തിൽ നശിച്ചുവെന്നും ഇത് റീബിൽഡ് ചെയ്യാൻ നിരവധി രാജ്യങ്ങളുടെ സഹായം ആവശ്യമാണെന്നും എന്നാൽ മാത്രമേ ധാന്യ കയറ്റുമതി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ പരിഹാരം കണ്ടെത്തണമെന്ന ഒരു റിക്വസ്റ്റും ഉക്രൈന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ബെൽഗ്രോഡ് ഭാഗത്ത് ഉക്രൈന്റെ ആക്രമണം റഷ്യക്കെതിരെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം റഷ്യയുടെ ആക്രമണത്തിന് ഉക്രൈൻ പ്രത്യാക്രമണം ചെയ്തതാണ്. ഇതിൽ റഷ്യൻസ് നിരവധി പേർ മരണപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. ബെൽഗ്രോഡ് ഭാഗത്ത് ഉക്രൈൻ നടത്തിയത് തീവ്രവാദ ആക്രമണമാണ്. ഇതിന് തിരിച്ചടി എന്തായാലും ഉണ്ടാകും. വലിയ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും. ഉക്രൈനെ തിരിച്ചടി കൊടുക്കാനായി ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവെന്ന് പുടിൻ അറിയിച്ചിരിക്കുന്നു. പുടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം വളരെ പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ഉക്രൈന് കൊടുക്കുന്ന സഹായങ്ങൾ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൊണ്ടുവരികയാണ്. ഇത് പുടിന് ഊഹിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആക്രമണം, അതായത് റഷ്യയുടെ ആക്രമണം ഇന്റൻസിഫൈ ചെയ്യാൻ പോകുന്നു എന്ന്. മാത്രമല്ല റഷ്യയുടെ എയർ അറ്റാക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ എയർ ഡിഫൻസ് കപ്പാസിറ്റിയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഉക്രൈന് കൊടുക്കുന്ന സഹായത്തിൽ നിന്നും അമേരിക്ക കുറച്ചായി പിന്മാറിക്കൊണ്ടിരിക്കുന്നു. F-16 ഇതുവരെ ഉക്രൈനിൽ എത്തിയിട്ടില്ല. നെതർലൻഡ് പോലെയുള്ള നിരവധി രാജ്യങ്ങൾ F-16 ഉടനെ തന്നെ ഉക്രൈന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ് ഒക്കെയും പൂർത്തിയാക്കി. പക്ഷെ ഇതുവരെ F-16 യുദ്ധക്കളത്തിൽ എത്തിയിട്ടില്ല. അതുമാത്രമല്ല Su-57 ഒരു ഫോഴ്സ് റഷ്യ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൂതീസ് പ്ലസ് ഇറാൻ ഈ ഗെയിമിൽ റഷ്യ പ്രവേശിച്ച് അമേരിക്കക്കെതിരെയുള്ള പ്രഷർ ഇനിയും കുറച്ച് ബിൽഡ് ചെയ്ത് വലിയ അളവിലുള്ള ആക്രമണം ഹമാസും ചെയ്യാൻ പോകുന്നു. അതേസമയം അമേരിക്കക്കെതിരെയുള്ള ആക്രമണം ഹൂതീസും ചെയ്യാൻ പോകുന്നു, ഉക്രൈനെതിരെയുള്ള ആക്രമണം റഷ്യയും ചെയ്യാൻ പോകുന്നു. ഇതൊന്നുമല്ലാതെ നോർത്ത് കൊറിയ ഒരു പ്രചരണം നടത്തി യുദ്ധത്തിന് തയ്യാറാവുക. പക്ഷേ അതെന്തിനാണ് പറഞ്ഞതെന്നറിയില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ആയി അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.